ഹായ് ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങൾ വിൻ്റർ കളക്ഷൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണോ? അതും ഓഫർ പ്രൈസിൽ. ഇപ്പം ഞങ്ങൾ ഇരിക്കുന്നത് ദമാമിലാണ്. ഇവിടെയുള്ളവർക്ക് ഈ ഷോപ്പ് അറിയാം എന്ന് വിശ്വസിക്കുന്നു. ഓഫർ കണ്ടപ്പം ഞങ്ങളൊന്ന് കയറി നോക്കിയതാണ് കളക്ഷൻസ് അറിയാൻ വേണ്ടി. ഇവരെല്ലാം ഒരു ഷോപ്പിലേക്ക് കൊണ്ടുപോയി തിരിച്ചിങ്ങോട്ട് കൊണ്ടുവന്ന് വണ്ടിയിൽ കയറുക എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. വിളിച്ചാൽ വരില്ല, പറഞ്ഞാലോട്ട് കേൾക്കില്ല. അവർക്ക് എന്താണോ തോന്നുന്നത് അത് മാത്രമേ ചെയ്യുള്ളൂ. സ്റ്റോളറിലായതുകൊണ്ട് മാത്രമാണ് കേട്ടോ മോൾ ഇങ്ങനെ ഒതുങ്ങിയിരിക്കുന്നത്. അല്ലെങ്കിൽ രണ്ടുപേരും ചേർന്നിട്ടായിരിക്കും ഓട്ടം. മോൻ പിന്നെ എവിടെ അടങ്ങി ഒതുങ്ങിയിരിക്കാറില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വിൻ്റർ കളക്ഷൻസ്. ഓഫറിലുള്ളതാണ് കേട്ടോ ഇത് 3 റിയാലേ വരുന്നുള്ളൂ. 3.5 ഹലാല. ഇതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇതുപോലെ ഒത്തിരി കളക്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ. ഇതെല്ലാം സെയിം റേറ്റ് തന്നെയാണ് വരുന്നത്. അത് അതിൻ്റെ പ്രൈസ് ഇതിന് മുകളിലുണ്ട്, കാണിക്കുന്നുണ്ട് കേട്ടോ. കൂടെ തന്നെ ഇതിൻ്റെ എല്ലാം മെറ്റീരിയൽ ക്വാളിറ്റി വലിയ കുഴപ്പമില്ല കേട്ടോ. നമുക്ക് ഈ തണുപ്പ് കാലത്തെല്ലാം കുഞ്ഞുങ്ങൾക്ക് റെഫ്യൂസ് ആയിട്ട് വീട്ടിലിട്ട് കൊടുക്കാനൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. ചെറിയ ചെറിയ കളർ വ്യത്യാസങ്ങളിലും ചെറിയ മോഡൽ വ്യത്യാസങ്ങളിലും ഇഷ്ടംപോലെ കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ. എന്നാലാവുന്ന പോലെ ഞാൻ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. മെറ്റീരിയൽ ക്വാളിറ്റി 3.5 റിയാലിന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മെറ്റീരിയൽ ആണെങ്കിലും കളക്ഷൻസ് ആണെങ്കിലും ഉണ്ട് കേട്ടോ. നിങ്ങൾ പോയാൽ ഒരിക്കലും നഷ്ടം വരില്ലേ. ചെറിയ കുഞ്ഞുങ്ങളായതുകൊണ്ട് എത്ര ജോഡി ഡ്രസ്സ് ഉണ്ടെങ്കിലും നമുക്ക് പോരാതെ ആവുള്ളൂ. ഇപ്പോഴാണെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് അഭിപ്രായങ്ങളുണ്ട്. മിനിറ്റിന് മാറ്റിക്കൊണ്ടിരിക്കും. മോളൊക്കെ ആണെങ്കിൽ അവളിങ്ങനെ മാറ്റി ഒരു കുറച്ച് നേരം കഴിഞ്ഞ് ഒരു അരമണിക്കൂറൊക്കെ തന്നെ തികച്ചിടില്ല. അപ്പോഴത്തേക്കും വീണ്ടും ഒന്ന് മാറ്റി തരും. അപ്പോൾ ഇങ്ങനെ മാറ്റി ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. നമ്മൾ പിന്നെ അതിനൊക്കെ വാഷ് ചെയ്തിട്ടല്ലേ യൂസ് ചെയ്യുള്ളൂ. അപ്പം ഈ സമയത്ത് ഉണങ്ങാനും ഇച്ചിരി ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പം ഓഫർ കണ്ടപ്പം ഞാൻ കരുതി വീട്ടിലെല്ലാം ഇട്ട് കൊടുക്കാൻ കുറച്ച് എടുക്കാമെന്ന് കരുതിയിട്ടാണ് കയറിയത്. പക്ഷേങ്കിൽ വീട്ടിലിട്ട് കൊടുക്കാൻ മാത്രമല്ല, പുറത്തേക്ക് അത്യാവശ്യം ഇടാൻ ഭാഗത്ത് നല്ല ക്വാളിറ്റി തന്നെയാണ് കേട്ടോ മെറ്റീരിയൽ എല്ലാം ഉള്ളത്. ഈ പാൻറ്റ് കണ്ടില്ലേ, ഇത് വെൽവെറ്റ് മോഡലാണ് വരുന്നത്. നല്ല തിക്നെസ് ആയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കളർ ഷെയ്ഡ് ഉണ്ട് കേട്ടോ. റെഡ്, ബ്ലാക്ക്, ഗ്രീന് എന്നെല്ലാം വരുന്നുണ്ട്. ഇതിൻ്റെ അടിഭാഗത്ത് കണ്ടില്ലേ, ഉൾഭാഗത്തും നല്ല വെൽവെറ്റിൻ്റെ മെറ്റീരിയൽ കൊണ്ട് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. നല്ല ചൂട് കിട്ടുന്ന ഒരു ടൈപ്പ് മെറ്റീരിയലാണ് കേട്ടോ. അങ്ങനെ ഫുള്ളായിട്ട് വിൻ്റർ കളക്ഷൻസ് മാത്രമല്ല, നോർമലായിട്ടുള്ള ടീഷർട്ടുകളും മോഡൽ ഡ്രസ്സുകളും പാൻസുകളും ട്രൗസേഴ്സുകളും ജീൻസുകളും അങ്ങനെ എല്ലാതും വരുന്നുണ്ട്. എനിക്ക് ഫുള്ളായിട്ടൊന്നും കവർ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എന്നാലാവുന്നതെല്ലാം ഞാൻ കുറച്ചൊക്കെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ എൻ്റെ മോനെ ഒരു വട്ടം കാണാതെ എന്നറിയോ ഒരിടത്തെല്ലാം പോയി ഇങ്ങനെ മറിഞ്ഞ് നിൽക്കുകയായിരുന്നു. നമ്മൾ പോയി തെരഞ്ഞു പിടിക്കണം. അവൻ സൈലൻ്റായി ഒളിച്ചിരിക്കും. അച്ഛയെ കളിപ്പിക്കുന്നതാണ്, അച്ഛയുടെ കൂടെ കളിക്കുന്നതാണ്. പക്ഷേങ്കിൽ നമുക്ക് കാണാൻ പറ്റില്ല. നോക്കിയിരുന്നാലും പെട്ടെന്ന് മാഞ്ഞ് കളയും. നമ്മൾ പിന്നെ ഇവനെയും വിളിച്ചുകൊണ്ട് നടക്കേണ്ടി വരും. ആ ഷോപ്പ് ഫുള്ളായിട്ടൊന്നും ഞാൻ കവർ ചെയ്ത് വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. എന്നാലാവുന്നത് മാത്രമേ ഞാൻ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾ ചെന്ന് നോക്കുമ്പോഴേ അറിയുള്ളൂ. ഇഷ്ടംപോലെ എൻ്റെ അടുത്തെല്ലാം 2 പീസ് സെറ്റുകളാണ്. വീഡിയോയിൽ നിങ്ങൾക്ക് എത്രത്തോളം ക്ലാരിറ്റി കിട്ടുന്നതെന്ന് എനിക്കറിയില്ല. നേരിട്ട് നോക്കുമ്പോൾ ഇതെല്ലാം നല്ല മെറ്റീരിയലാണ് കേട്ടോ. ഇതെല്ലാം നല്ല കളേഴ്സും നല്ല മെറ്റീരിയലും നല്ല വർക്കും എല്ലാം ആണ് കേട്ടോ. ഇതെല്ലാം ഗേൾസിനുള്ളതാണ്. ഇനി ഇത് ബോയ്സിൻ്റെ സെക്ഷനാണ് കേട്ടോ. ബോയ്സിന് 2 പീസ് സെറ്റായിട്ട് നല്ല ബനിയൻ സ്റ്റഫിലാണ് വരുന്നത്. നല്ല ഭംഗിയുടെ ഞാൻ കാണിക്കുന്നുണ്ട് സൂം ചെയ്തിട്ട് ക്വാളിറ്റി. ഇതെല്ലാം സ്പോർട്സ് ടൈപ്പിൽ വരുന്നതും കിട്ടുന്നുണ്ട് കേട്ടോ. അവിടെ ഇതെല്ലാം 2 പീസാണ്. കളേഴ്സ് വ്യത്യാസം നേളും മോഡലെല്ലാം സെയിം തന്നെയാണ്. ചെറിയ വ്യത്യാസങ്ങളാണ് വരുന്നത്. നല്ല ചൂട് കിട്ടുന്ന വിൻ്ററിന് പറ്റിയ ഐറ്റംസാണ് കേട്ടോ. ഡ്രസ്സുകളെല്ലാം കുഞ്ഞുങ്ങൾക്കൊക്കെ ഇങ്ങനെ കളർഫുൾ ആയിട്ട് ഇട്ട് കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ പ്രൈസിന് 2 പീസ് സെറ്റെല്ലാം അത് നല്ല ചൂട് കിട്ടുന്ന നല്ല മെറ്റീരിയൽ എനിക്ക് ഭയങ്കര വർത്തായി തോന്നിയിട്ടോ. ഇവിടെ മാക്സിമം വരുന്ന പ്രൈസ് 22 റിയാലാണെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ മുകളിൽ കയറിയിട്ടൊന്നും അധികം നോക്കിയില്ലായിരുന്നു. അതിനപ്പുറത്തേക്കുള്ള പ്രൈസ് ഞാനിവിടെ കണ്ടതുമില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള ജീൻസ് ഉണ്ട് കേട്ടോ. കുഞ്ഞു കുട്ടികൾക്കുള്ളതാണ്. ഇച്ചിരി വലിയ കുട്ടികൾക്ക് ഇല്ല എന്നാണ് തോന്നുന്നത്. ഞാൻ കണ്ടില്ലായിരുന്നു. ഇനി സ്റ്റോക്ക് ഔട്ട് ആയതാണോ എന്നെനിക്കറിയില്ല. ഞാൻ പോകുമ്പം കണ്ടില്ലായിരുന്നു. ഇതൊക്കെ കണ്ടില്ലേ, കുളിയെല്ലാം കഴിഞ്ഞ് വന്നിട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് ചൂടല്ലേ ശരീരത്തിൽ എത്തുന്നുണ്ടോ. ഇതിടുമ്പം ഇതിൻ്റെ മെറ്റീരിയൽ കണ്ടോ, വെൽവെറ്റ് അല്ല കേട്ടോ മെറ്റീരിയൽ വരുന്നത്. ഇങ്ങനെ പഞ്ഞിക്കെട്ട് പോലത്തെ, എനിക്ക് അതിനെപ്പറ്റി അറിയില്ല തുണിയെ പറ്റിയിട്ട്. ഇതെല്ലാം സെയിം മെറ്റീരിയൽ തന്നെയാണ്. പക്ഷേ ഡിസൈൻ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ വർഷം അത്യാവശ്യം നല്ല തണവുണ്ട് കേട്ടോ. കുഞ്ഞുങ്ങൾ ഓരോ വർഷം വലുതാവുന്നത് കൊണ്ട് തന്നെ നമ്മൾ കഴിഞ്ഞ വർഷം എടുത്തൊന്നും നമുക്ക് ഈ വർഷത്തേക്ക് അധികമുള്ള ഡ്രസ്സുകളൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. മോനാണ് ഇച്ചിരി ഹൈറ്റ് ഇങ്ങനെ വെച്ച് വരുന്നത്. മോൾക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ തണുവും അവൾക്കാണ് കൂടുതലായിട്ട് ഫീൽ ചെയ്യുക കേട്ടോ. സോക്സ്, ഗ്ലൗസ്, തൊപ്പി, ഡ്രസ്സ്, കോട്ട് ഇതെല്ലാം ഇടാൻ ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക്. അവളിതെല്ലാം കൊണ്ടുതരും, സെലക്ട് ചെയ്ത് കൊണ്ടുതരും. ഇതെല്ലാം ഇട്ടതാന്ന് പറഞ്ഞു. പക്ഷേ മോൻ നേരെ തിരിച്ചാണ്. ഇതെല്ലാം നമ്മൾ ബലം പ്രയോഗിച്ച് ഇട്ട് കൊടുത്താൽ കുറച്ച് നേരത്തേക്കെല്ലാം ഓക്കെ. ചിലപ്പോൾ അവൾക്ക് വേണ്ടെങ്കിൽ അവൻ സോക്സ്, ഗ്ലൗസ്, തൊപ്പിയൊന്നും ഇടുന്നില്ല. അതെല്ലാം ഊരിക്കളയും. ഈ ഓറഞ്ച് കളർ ജാക്കറ്റ് എനിക്ക് വലിയ ക്വാളിറ്റി ആയി തോന്നിയില്ല. എന്നിരുന്നാലും കുഴപ്പമില്ല എന്ന് പറയാം. അകത്തും സെയിം മെറ്റീരിയൽ ആയിട്ട് തന്നെയാണ് വരുന്നത്. എനിക്ക് തോന്നുന്നു ഇതങ്ങനെ എടുത്ത് വെക്കാനൊന്നും പറ്റില്ല. ജസ്റ്റ് യൂസ് ചെയ്യാം എന്ന് മാത്രമാണ് തോന്നുന്നുണ്ട്. ഇതെല്ലാം നോർമൽ വീട്ടിലിടാൻ പറ്റുന്ന പോലത്തെ പാൻസാണ് കേട്ടോ. പെൺകുട്ടികൾക്കുള്ളതാണ്. ഇതിൻ്റെ കളറിലും വർക്കിലും ചെറിയൊരു ഡിഫറൻറ്റ് വരുന്നുണ്ടെന്നൊഴികെ മെറ്റീരിയൽ എല്ലാം ഓൾമോസ്റ്റ് സെയിം ആണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതെല്ലാം 2 പീസ് സെറ്റാണ്. ഇതെല്ലാം നമുക്ക് വീട്ടിലിട്ട് കൊടുക്കാൻ ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. ഇതൊക്കെ നോർമൽ ഡ്രസ്സാണ്. ഇതെല്ലാം പെറ്റിക്കോട്ട് വരില്ലേ, നമ്മൾ നാട്ടിലെല്ലാം ചെറുതായിരിക്കുമ്പോഴൊക്കെ പെൺകുട്ടികൾ ഇങ്ങനെ പ്ലെയിൻ കളർ പെറ്റിക്കോട്ടില്ലേ, അതിൻ്റെ വർക്കുള്ളതാണ് വരുന്നത്. സ്റ്റഫ് കോട്ടൺ അല്ല കേട്ടോ മെറ്റീരിയൽ. നൈറ്റി കണ്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആൾക്കും ഹസ്ബൻഡിനും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ നൈറ്റി. കുഞ്ഞുങ്ങൾക്ക് വലിയവരിടുന്ന അതേ മോഡലിൽ തന്നെ കുഞ്ഞു കുട്ടികൾക്കുള്ള നൈറ്റി 5 റിയാലാണ് കേട്ടോ വരുന്നത്. ഇതെല്ലാം ടോപ്സുകൾ മാത്രമാണ്. ജീൻസിനൊക്കെ ഇടാൻ പറ്റുന്ന പോലത്തെ ഇച്ചിരി ലെങ്തി ടൈപ്പ്. പിന്നെ മിഡികൾ വരുന്നുണ്ട്. കുഞ്ഞു കുട്ടികൾക്കുള്ള മിഡികൾ നല്ല സെലക്ഷൻസ് ഉണ്ട് കേട്ടോ. നല്ല കളർഫുള്ളായിട്ട് നമുക്ക് ഏതാ എടുക്കേണ്ടതെന്ന് അറിയുന്നില്ല. കളർ കണ്ട് ഉള്ളിലെല്ലാം വൈറ്റ് ലൈനിങ് കൊടുത്തിട്ട് മുകളിൽ നെറ്റ് മോഡലായിട്ട് വരുന്നത്. ഫുള്ള് നെറ്റാണ്. പക്ഷെ നല്ല രസമുണ്ട് കാണാനെല്ലാം.
നമുക്ക് ഏതാ എടുക്കേണ്ടത്, ഏത് കളറാണ് വേണ്ടത്. ഈ വൈറ്റൊക്കെ ഭയങ്കര ഇഷ്ടമായി എനിക്ക്. പക്ഷേ ഇതൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കുറച്ച് നേരത്തേക്ക് അപ്പോഴത്തേക്ക് അതിലെല്ലാം അഴുക്കാവും. അതുകൊണ്ട് എടുത്തില്ലായിരുന്നു. എനിക്ക് വൈറ്റ് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെയുണ്ട് ബാക്കിലേക്കും നിറയെ കളക്ഷൻസ് ഉണ്ട് മിഡിൻ്റെ എല്ലാം. ഇതെല്ലാം പെറ്റിക്കോട്ടാണ്. ഇത് ഫ്രോക്ക്, താഴത്തേക്ക് നെറ്റ് വരുന്നത്, മുകളിലേക്ക് ബനിയൻ സ്റ്റഫ് വരുന്ന മോഡലാണ്. 5 റിയാലേ വരുന്നുള്ളൂ കേട്ടോ ഈ പെറ്റിക്കോട്ടിനെല്ലാം. ഇതെല്ലാം നമുക്ക് തിരിച്ചു കൂടൊക്കെ തുടങ്ങുന്ന സമയത്ത് വീട്ടിലെല്ലാം ഇട്ട് കൊടുക്കാൻ നല്ല സുഖമായിരിക്കും ശരീരത്തിനൊക്കെ. മോൾക്കൊക്കെ ഇങ്ങനെ ഈ മെറ്റീരിയൽ, ഈ മോഡലൊക്കെ വീട്ടിലിടാൻ ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക്. ഒരുപാട് ഹെവി വർക്കുള്ള ഡ്രസ്സുകളൊന്നും അവൾക്ക് തീരെ ഇഷ്ടമല്ല. അവൾ അപ്പം തന്നെ ഊരിയിടും. ഇതെല്ലാം വലിയ ലേഡീസിന് പറ്റിയ പാൻസാണ് കേട്ടോ. മെറ്റീരിയൽ നല്ല മെറ്റീരിയലാണ്. ഇതിൽ കാണുമ്പോൾ കുറച്ചുകൂടി ലൈറ്റ് കളറായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെ നേരിട്ട് നല്ല ഡാർക്ക് ഗ്രീനാണ്. നല്ല മെറ്റീരിയലാണ് കേട്ടോ. താഴത്തേക്ക് എലാസ്റ്റിക് വരുന്നതും ഫ്രീ ടൈപ്പ് ഉള്ളതും ഉണ്ട് കേട്ടോ. ഇതൊക്കെ പെറ്റിക്കോട്ട് മോഡൽ വലിയവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ലേഡീസിന് കളക്ഷൻസ് കുറച്ചേ ഉള്ളൂ. എന്നിരുന്നാലും ഈ മോഡലിലൊക്കെയാണ് വരുന്നത്. നൈറ്റീസ് മോഡലും കുറച്ചേ വരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇന്നർ വെയർ, അത് ഈ കാണുന്ന ഇത്രയും മാത്രമേ ഉള്ളൂ കേട്ടോ. കൂടുതലായിട്ടൊന്നുമില്ല. ഇതൊക്കെ ജസ്റ്റ് വീട്ടിലിടാനും നമുക്ക് അത്യാവശ്യം വാർദ്ധക്യം ഇടുമ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഇടാൻ പറ്റും. എല്ലാതും പെർഫെക്റ്റ് ക്വാളിറ്റി എന്ന് പറയാനില്ല, എങ്കിലും കുഴപ്പമില്ല. ഇതെല്ലാം 2 പീസ് സെറ്റാണ്. പാൻസും ടോപ്പും വരുന്നൊരു മോഡലാണ് കേട്ടോ. ഇതെല്ലാം ഫ്രോക്കുകളാണ്. എനിക്ക് വലിയ ക്വാളിറ്റി ആയിട്ട് ഈ ഫ്രോക്കുകളൊന്നും തോന്നിയില്ല. എന്നിരുന്നാലും കണ്ടപ്പം എടുത്തു എന്ന് മാത്രം. പിന്നെ ലേഡീസിൻ്റെ എല്ലാം വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ. സെലക്ട് സെക്ഷൻ ലേഡീസിൻ്റെ കുറച്ച് മാത്രമേ വരുന്നുള്ളൂ. ഇതുപോലത്തെ കുറച്ച് ഐറ്റംസുകളൊക്കെ ഉണ്ട്. സ്ട്രഗുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. നെറ്റ് മോഡലാണ് വരുന്നത്. സോഫ്റ്റ് നെറ്റില്ലേ, ആ മോഡലാണ് വരുന്നത്. നമുക്കിങ്ങനെ നിഴലടിക്കുന്ന ആ മോഡലാണ് വരുന്നത്. ഇങ്ങനെ നമ്മളിങ്ങനെ ഒതുങ്ങി നിൽക്കും. അതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത്. അതിൽ സെയിം മെറ്റീരിയലും കുറച്ച് വർക്ക് മാത്രം ഡിഫറെൻറ്റ്. ചിലത് മാത്രം ഇങ്ങനെ വലിയുന്നുണ്ട്, ചിലത് അത്ര വലിവില്ല കേട്ടോ മെറ്റീരിയൽ. ഇതിലെനിക്ക് ഒരു പ്ലെയിൻ ബ്ലാക്ക് ഉണ്ടായിരുന്നു. അത് വലിയ കുഴപ്പമില്ലാതെ തോന്നി. 2 സൈഡും പോക്കറ്റായിട്ടെല്ലാം വരുന്നത്. ഇതെല്ലാം 5 റിയലല്ലേ വരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ക്വാളിറ്റി പ്രതീക്ഷിച്ചാൽ മതി കേട്ടോ. കളേഴ്സൊക്കെ നല്ല രസമുണ്ട് കാണാനല്ല. പക്ഷേ നമുക്ക് പുറത്തേക്ക് പോകുമ്പോൾ ഇടാൻ പറ്റുമോ ചോദിച്ചാൽ അത്ര ക്വാളിറ്റി ഇല്ല. ഇതാണ് കേട്ടോ ബ്ലാക്ക് വരുന്നത്. ബ്ലാക്ക് എനിക്ക് വലിയ കുഴപ്പമില്ലാതെ തോന്നി കേട്ടോ. ഇച്ചിരി മെലിഞ്ഞവരൊക്കെ ആണെങ്കിൽ ഇടുമ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ല. പക്ഷേ മറ്റുള്ളതെല്ലാം നമുക്ക് ഇങ്ങനെ കളർഫുള്ളായിട്ട് വീട്ടിൽ ജസ്റ്റ് ഇടാം എന്ന് എനിക്ക് തോന്നിയുള്ളൂ. പുറത്തേക്ക് ഇടാൻ പറ്റുന്ന അത്രയും ക്വാളിറ്റി കണ്ടില്ലായിരുന്നു. ഇതിന് മെറ്റീരിയൽ ഇങ്ങനെ വലിയുന്നതാണ്. നല്ല മെറ്റീരിയൽ കേട്ടോ. നല്ല ബ്ലാക്ക് ആണ് കേട്ടോ. ഇതിൽ കാണുമ്പോൾ എത്രത്തോളം ബ്ലാക്ക് എടുത്തറിയുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പിന്നെ ഇതുപോലത്തെ സ്ലീവ് വളരെ ഷോർട്ട് സ്ലീവാണ്. ചെറിയൊരു ഫ്രോക്കാണ് കേട്ടോ അത്. ഇതുപോലെയുള്ള ഐറ്റംസുകളെല്ലാം മോഡലുകളെല്ലാം കുറവാണ് കേട്ടോ. എനിക്ക് വിൻ്റർ ആയതുകൊണ്ട് അതിന് പറ്റിയ ഡ്രസ്സ് മാത്രം, വിൻ്റർ കളക്ഷൻസ് മാത്രമേ ഇപ്പം ഇവിടെ ഇട്ടിരിക്കുകയെന്ന് തോന്നുന്നുണ്ട്. ന്യൂ ബേബി കളക്ഷൻസ് മുകളിലാണ് കേട്ടോ. ചപ്പൽ, ഷൂസ്, അങ്ങനെ ഐറ്റംസ് എല്ലാം മുകളിലാണ്. എനിക്ക് മുകളിൽ കയറിപ്പോയി എടുക്കാൻ പറ്റിയില്ല. ഇവിടെ ലിഫ്റ്റ് ഇല്ല. സ്റ്റോളർ ഉള്ളത് കൊണ്ട് നമുക്ക് മുകളിൽ പോകാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ കവർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ. ന്യൂബോൺ ബേബിക്ക് നല്ല മെറ്റീരിയലാണ് കേട്ടോ. നല്ല ചൂട് കിട്ടുന്ന പോലെ വിൻ്റർ കളക്ഷൻ ന്യൂബോൺ ബേബിക്കുള്ളത് നല്ല ബെസ്റ്റ് ക്വാളിറ്റിയിലുള്ളതുണ്ട് കേട്ടോ. നമുക്ക് ഈ മീഡിയെല്ലാം എന്ത് ഭംഗിയാണെന്നൊക്കെ കാണാൻ. പക്ഷേ എൻ്റെ മോൾക്ക് ഇത് പാകില്ല. എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമായി. പക്ഷേ അവളുടെ ഇടുപ്പ് വണ്ണം ഇച്ചിരി കൂടുതലായിരുന്നു. അതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റില്ല. ഇതെല്ലാം വീഡിയോയിൽ കാണേക്കാളും നേരിട്ട് കാണാനാട്ടോ ഭംഗി കൂടുതലായിട്ടുള്ളത്. ഇതെല്ലാം സോഫ്റ്റ് നെറ്റിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ. എല്ലാം ഇതുണ്ടോ വൈറ്റ് ഞാൻ പറഞ്ഞത്, നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ. എനിക്ക് ഈ മിഡി ഇങ്ങനെ കളർഫുള്ളായിട്ടുള്ള ഇത് അവൾക്ക് ഭയങ്കര ഇഷ്ടം. ഇത് വരുന്നത് വരെയും കയ്യിലെടുത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് കുഞ്ഞേ മിഡിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് കിട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇത് മേടിച്ചുകൊണ്ട് വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. അത് അത്രയും ചെറിയ ഷോർട്ടായിട്ടുള്ള മിഡിയാണ്. ഈ കുട്ടി ടൈപ്പെല്ലാം നമുക്ക് വീട്ടിലിടാം കേട്ടോ. പുറത്തേക്കിടാൻ പറ്റുന്ന ഒരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയില്ലായിരുന്നു. അങ്ങനെ എനിക്ക് പറ്റാവുന്ന പോലെയൊക്കെ കവർ ചെയ്ത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഇത് മാത്രമല്ല കേട്ടോ, ഇതിന് തൊട്ടടുത്തെല്ലാം നിറയെ ഷോപ്പുകളുണ്ട്. ഈ ഭാഗത്തേക്ക് വന്നാൽ നമുക്ക് ഒട്ടും നഷ്ടം വരില്ല കേട്ടോ. നമുക്ക് കയറി ഇറങ്ങി എല്ലാ ഷോപ്പിലും കയറി പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ വരാം. ബൈ.